കടയിൽ വന്നപ്പോൾ ഈ മാങ്ങ ടേസ്റ്റ് ചെയ്യണ കണ്ടപ്പോൾ തന്നെ കയറി വരാൻ തോന്നി. അപ്പോൾ ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകത തോന്നി. നല്ല മധുരമൊക്കെ ഉണ്ട്. ഇത് തികച്ചും ഓർഗാനിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ച്. നല്ല ടേസ്റ്റും നല്ല മധുരമൊക്കെ ഉള്ള മാങ്ങ ഞങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാമെന്ന് തോന്നി. ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഡ്രീം മീഡിയയിലെ ഇന്നത്തെ ഗസ്റ്റ് വിപിനാണ്. വിപിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഹായ് വിപിൻ, എന്തുണ്ട് വിശേഷം? നമസ്കാരം എല്ലാവരോടും. അതെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മളിപ്പോ ഇങ്ങനെ ചെറിയ തോതിൽ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതല്ലേ, വിപിന് ഭയങ്കര ഒരു സന്തോഷമുള്ള മുഖത്ത്. അതല്ലേ, നമ്മള് വേറെ കാര്യമുണ്ട്. വിപിൻ ഈ ഒരു ബേക്കറിയുടെ ഒരു സ്ഥാപനമാണല്ലോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? 1948 വെല്ലിച്ചനായിട്ടാണ് ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. വിയന്ന ബേക്കറിയിൽ നിന്നുകൊണ്ട് മാതൃഭൂമിയുടെ. അതെ, മാതൃഭൂമിയുടെ. ഓക്കെ, അത് ഫേമസ് ആണ്, വർഷങ്ങളായിട്ടുള്ള ഒരു ബേക്കറിയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ബേക്കറികളിൽ ഒരു ബേക്കറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അത് കഴിഞ്ഞിട്ടാണല്ലോ ബെസ്റ്റ് ബേക്കറിയും മറ്റേ ഇതൊക്കെ വന്നത്. അതെ അല്ലേ? നമ്മളാണ് പഴയ ബേക്കറികളിൽ ഒരു ബേക്കറിയാണ് ഏതായാലും വിയന്ന ബേക്കറി. അല്ല, ഇപ്പൊ നമ്മള് എറണാകുളത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു മിക്കവർക്കും അറിയാം വിയന്ന ബേക്കറിനെ കുറിച്ച്. ഓൾമോസ്റ്റ് പഴയ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ നമ്മുടെ ഈ ഒരു ബേക്കറി എവിടെയായിട്ടാണ്? നമ്മുടെ പാലാരിവട്ടം പുതിയ റോഡ് അല്ലേ? വിയന്ന ബേക്കറി എന്ന് പറയുന്നത് കരൂർ മാതൃഭൂമിയോടെയാണ്. അപ്പൊ നമ്മളിപ്പോ ഈ ബേക്കറി എന്ന് പോകുന്നത് ഞാൻ അതിന്റെ ബ്രദറിലോ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോയിന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. അതിപ്പോ ഒരു 15 വർഷം ആവുന്നു. ഇപ്പൊ 2013 സ്റ്റാർട്ട് ചെയ്തത്. 12 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മള് കുറച്ച് നാച്ചുറൽ ഫ്രൂട്ട്സിലോട്ട് ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്. നാച്ചുറൽ ഫ്രൂട്ട്സ് വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ സമയത്ത് നമ്മള് ഈ ചക്ക കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ ആളുകൾക്ക് കൊടുത്തു. അപ്പോ നമ്മ എന്തായാലും ഒരു വില കൊടുത്ത് വാങ്ങിച്ചപ്പോ നമുക്ക് എന്തായാലും വിലക്ക് വിൽക്കേണ്ട ഒരു ഇതിൽ വന്നു. പിന്നെ എന്തായാലും ചെറിയ വിലക്ക്. അപ്പൊ ഇവിടെ വന്ന് ഇഷ്ടംപോലെ ആളുകൾ വന്ന് ചക്ക വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇവിടെ നമ്മുടെ ചക്കയോട് താല്പര്യമുള്ള അശോകൻ ചേട്ടൻ പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി ഇങ്ങനെ വന്നു. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചക്കക്കൂട്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ ആ ഗ്രൂപ്പില് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 90ാമത്തെ മെമ്പറായിട്ടോ അല്ല 19ാമത്തെ മെമ്പറായിട്ടോ ഞാൻ ഇതിന്റെ ആഡ് ആവണം, ജോയിൻ ആവണം ചക്കക്കൂട്ടത്തില്. ഇന്നിപ്പോ അതിന് 40,000 മെമ്പേഴ്സാണ് അതിനകത്ത്. വലിയൊരു ഗ്രൂപ്പാണ്. അതായത് ഓരോ പഞ്ചായത്തിലും ചക്കക്കൂട്ടത്തിന്റെ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വന്നൊരു ഓരോ കർഷകനായിട്ടും ചെറിയ ചെറിയ കച്ചവടക്കാരായിട്ടും വലിയ കച്ചവടക്കാരായിട്ടും ഒക്കെ നമ്മള് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഫീൽഡ് നമുക്കൊരു കുറെ കൂടി നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തിയും നമുക്ക് സന്തോഷവും ഉണ്ടാവണം. അതിപ്പോ മുഖത്തുണ്ട് വിപിന്. ഇപ്പൊ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും വിപിന്റെ മുഖത്ത് സന്തോഷമാണ്. അല്ല, ശരിക്കും നമ്മളൊരു എന്താ പറയാ, ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസ് ഒരു ഞാൻ ഒരു പക്ക ബിസിനസ്സുകാരനൊന്നുമല്ല. അല്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന എന്തും ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും അത് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക. അതാണ് എനിക്ക് ഞാൻ കഴിക്കുന്ന സാധനം മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കുള്ളൂ. അതാണ് എന്റെ മക്കളോ എന്റെ വീട്ടുകാരോ കഴിക്കുന്ന സാധനം മാത്രമേ ഞാൻ വേറൊരാൾക്ക് കൊടുക്കൂ. അതാണ് വിപിന്റെ ഒരു ക്വാളിറ്റി അല്ലേ? വിപിന്റെ മാത്രമല്ല, കാരണന്മാരായിട്ട് വെച്ചുള്ള ഒരു സ്ഥാപനമാണത് അല്ലേ? 75 വർഷം പാരമ്പര്യമുള്ള 75 വർഷം കഴിഞ്ഞു. അപ്പോ അത് ഇപ്പോഴും വിപിനായിട്ട് ഏറ്റെടുത്തിട്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അതെ, ഞാനുണ്ട്, ഫാമിലി എല്ലാവരും കണക്റ്റഡ് ആണ്. അല്ല, അതൊരു ഫാമിലി ഒരു ബിസിനസ് ആണ് അല്ലേ? ഇപ്പൊ അനിയനുണ്ട് ഇതിന്റെ അകത്ത്. ഫാദർ ഇപ്പൊ ഉണ്ടോ? ഫാദർ കൊറോണ സമയത്ത് മരിച്ചു. ഓക്കെ. അപ്പം ഫാദറിന്റെ ചേട്ടനായിട്ട് തുടങ്ങിയത്, മൂത്ത ജ്യേഷ്ഠനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ജ്യേഷ്ഠൻ നേരെക്കാലം കൊണ്ട് സുഖമില്ലാതെ വന്ന് പുള്ളി വിളിച്ചിങ്ങനെ ആ സമയത്ത് മരിച്ചു. പിന്നെ അച്ഛൻ കുറെ കാലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു ഈ പറഞ്ഞ പോലെ ഒരു ഒഴുക്കം പറ്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രിയാണ് എനിക്കറിയാവുന്ന ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് പറയാണ്, എല്ലാവരും ഏത് എക്സിബിഷൻ വന്നാലും പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വിപിനെ, എന്തായിരുന്നു പഠിച്ചത്? എന്റെ ക്വാളിഫിക്കേഷൻ അല്ല, എന്തായിരുന്നു? ശരിക്കും ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സ് IT ആണ് പഠിച്ചത്.
അന്ന് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ബെസ്റ്റ് ട്രെയിനിങ് ആയിരുന്നു. കേരള സ്റ്റേറ്റ് ലെവൽ ബെസ്റ്റ് ട്രെയിനിങ് ആയിരുന്നു. കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ ലെവലിൽ പോയി എഴുതി. വെരി ഗുഡ്. ഓക്കെ. അതാണ് എൻ്റെ ഒരു 6 മാസം BPL ഞാൻ വർക്ക് ചെയ്തു. BPL സർവീസ്. പക്ഷേ നോക്കുമ്പോൾ അതല്ലേ നല്ലത്, ശമ്പളം മേടിക്കുക അല്ലേ? അല്ല, അതില് നമുക്ക് എല്ലാവരും ചിന്തിക്കണം എന്താ അറിയാം, ശമ്പളം മേടിച്ചിട്ട് അല്ലേ തലവേദന ഇല്ല. അതിൽ 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പറ്റിയൊരു പരിപാടി ഇതല്ല. നമുക്ക് പറഞ്ഞ പോലെ കാരണന്മാരായിട്ട് ഒരു ഫീൽഡ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ അതിലോട്ട് ചെറുപ്പം പോലെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കാരണന്മാരോട് നമുക്ക് പഠിക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതിലോട്ട് വന്ന് പറയാനുള്ള ധൈര്യക്കുറവുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന വെച്ചാൽ രാവിലെ അച്ഛൻ കടയിൽ പോകുന്നു, രാവിലെ കടയിൽ പോയാൽ പിന്നെ വരുന്നു ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛനും മക്കളുമായിട്ടുള്ള ആ ഒരു ഇങ്ങനത്തെ കച്ചവടം, കാരണം ഇങ്ങനത്തെ ഒരു കച്ചവടക്കാരന് ഒരു ദിവസം പണിയെടുക്കുന്ന ഇവൻ ചെയ്യുന്നത് 16 മുതൽ 18 മണിക്കൂർ വരെയാണ്. അതൊന്നും ഒരു എന്താ പറയാ, ശരിക്ക് വേദനാജനകമായ കാര്യങ്ങൾ അല്ല. അത് ശരിക്കും ഇപ്പോ നിങ്ങളൊരു കുട്ടി ഒരു അച്ഛനായി കഴിഞ്ഞു, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാവില്ല. ഞാൻ അതുകൊണ്ട് കൊറോണക്ക് മുമ്പ് ഈ പരിചയം ഇങ്ങനെയാണ്. കൊറോണക്ക് ശേഷം ഞാൻ ഒരു 9 ദിവസം കൊറോണ അഫക്റ്റഡ് ആയിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്കായിരുന്നു, TVS ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ എന്തൊക്കെയോ നമുക്ക് കുറെ റിയലൈസ് ചെയ്തു. ഇപ്പൊ ഈ 30 വർഷം ആയല്ലോ നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട്, ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? സത്യസന്ധതയാണ് എൻ്റെ അകത്ത് ഫസ്റ്റ് ക്വാളിറ്റി വേണ്ടത്. നമ്മൾ ഒരാളും ചീറ്റ് ചെയ്യരുത് എന്നുള്ളൊരു ജെനുവിൻ ആയിരിക്കും. അതാണ് അല്ല വിപിൻ പഠിച്ചിരിക്കുന്നത് അതാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ എൻ്റെ വന്നേക്കുന്ന പടികള് ചെറിയ ചെറിയ പടികൾ നമ്മൾ കയറി പോന്നിട്ടുള്ളത്. ഒരു വലിയ പടികൾ നമ്മൾ എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? സ്റ്റാഫെല്ലാം നല്ല സപ്പോർട്ടബിൾ സ്റ്റാഫുകൾ തന്നെയാണ്. നമ്മൾ അവരോട് എങ്ങനെ നിൽക്കുന്നു, ഞാൻ നല്ല അസല് വഴക്ക് പറയാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തോളത്തോട്ടും ചെയ്യും. അപ്പോ എന്താ സംബന്ധിക്കുന്നത്, നമ്മളൊരു തൊഴിലാളി മുതലാളി എന്നുള്ളൊരു ഇല്ല, ഞാൻ വേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ നിൽക്കും. അതാ പറഞ്ഞത്, നമ്മള് തൊഴിലാളി മുതലാളി എന്നുള്ളൊരു കൺസെപ്റ്റ് ഗ്യാപ്പില്ല. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ബ്രദറിനെ പോലെ, അതായത് അവരുടെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് നമ്മൾ അവരെ കാണുന്നത് അല്ലേ? എത്ര പേരുണ്ട് സ്റ്റാഫ് ഇപ്പൊ ഞാൻ നടത്തുന്ന സമയത്ത് 10, 15, 16 പേര്. പിന്നെ ബാക്കി ഫാമിലി എല്ലാവരും ഉണ്ട്. അല്ല, ഫാമിലി സപ്പോർട്ടും ആണ്. അല്ലെങ്കിൽ ഫാമിലി വന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? വൈഫാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അതെ അല്ലേ? എന്നേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് വൈഫാന്ന് തോന്നുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിപിനൊരു ഭാഗ്യവാനാണത് അല്ലേ? കാരണം വൈഫ് വന്ന ഫീൽഡും ഈ ഫീൽഡിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കണ്ടുവന്നേക്കുന്നതും ഈ ഫുഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ബുദ്ധിമുട്ട് എന്താണെന്നാണ് കണ്ടുവന്നേക്കുന്നത്. അറിയാൻ പറ്റും. പിന്നെ മകനിപ്പോ 11ാം ക്ലാസ് ആണ് പഠിക്കുന്നത്. ഭവൻസില പഠിക്കാനുള്ള മകനില്. പക്ഷെ അവനും ഇതിനോട് താല്പര്യം. അവൻ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാണ്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു. അപ്പൊ ഈ വിപിനെ ശരിക്കും പറഞ്ഞെങ്കിൽ ഫാമിലി ആയിട്ടും ശരിക്കും പറഞ്ഞ നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ ബേക്കറിയിലില്ല, എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ? ബേക്കറിയിൽ ചെയ്യുന്ന ഒരുപാട് എല്ലാ ഐറ്റങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്. കൂടുതലെല്ലാം നമ്മളെ ഓൺ പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ പാർട്ടി ഓർഡറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ബൾക്കൊന്നും അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫുഡ് നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് അങ്ങനെ ഉണ്ടാവില്ല, ചെറിയൊരു കഫേ ബേസ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു പുതിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചക്കക്കൂട്ടം എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മൾ അതിലോട്ട് കൊണ്ടുവന്ന ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു 10-40,000 പേരുടെ ഗ്രൂപ്പാണത്. അതിൽ നിന്ന് ഒരു 6-7 പേര് സെലക്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നി എന്തുകൊണ്ട് ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തോളാന്ന്. ചക്ക വെച്ചുള്ള പ്രോസസ്. അന്ന് ഇവിടെ ചക്ക പ്രോസസിംഗ് ഒന്നും കാര്യമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞ 2019 കാര്യമാണ്. ഇതെന്ത് ജ്യൂസാണ്? എന്താ കിട്ടിയോ? ഫ്രൂട്ട് എന്താന്നുള്ളത് കിട്ടിയോ? ഫ്രൂട്ട് നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയാ കറുത്ത സമ്പത്തിനെന്ന് പറഞ്ഞ ഞാവൽപ്പഴം അല്ലേ? ഞാവൽപ്പഴം ആൾക്കാർ കഴിച്ച് മറ്റേ ജ്യൂസ് അടിച്ചിട്ട് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിപ്പോ അല്ല ഇങ്ങനത്തെ ഒരു വെറൈറ്റി നിങ്ങളെ തേടി നടക്കണ്ടല്ലോ. ഇത് നമ്മള് പറഞ്ഞ പോലെ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂര് പോയപ്പോഴത്തേക്കും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഞാവൽപ്പഴം കുറച്ച് കൊണ്ടുവന്നു വെച്ചാൽ 10-200 കിലോ കൊണ്ടുവന്നു. ഇപ്പൊ ഇവിടെ ഞാവൽപ്പഴം ഇത്തിരി കിട്ടാൻ സാധ്യതയുണ്ടെന്നോ? ഇപ്പം
ഞാളിപ്പഴം ഇപ്പൊ ഞാളിപ്പഴം ഇവിടുത്തെ സീസൺ കഴിഞ്ഞു. ബാംഗ്ലൂർ ഇപ്പൊ സീസണാണ്. ആണല്ലേ? ബാംഗ്ലൂർ കർണാടക ഭാഗത്ത് ഇപ്പൊ സീസൺ. എങ്ങനെയുണ്ട് ഇത്? ആൾക്കാര് കൂടുതൽ ആൾക്കാർ ഇതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം കൂടുതൽ ലൈഫ് കിട്ടില്ല ഇത് ഫ്രൂട്ടിന്. അതെ, ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഫ്രൂട്ട് പൊട്ടി തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് തോന്നി അത് വെച്ചോണ്ടിരുന്നാല് കയ്യിൽ നിന്ന് കാശ് പോവാണല്ലോ. അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ ഞാനും വൈഫും അപ്പൊ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പയ്യനും കൂടി കൂട്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടി നിന്നിട്ട് ആ സാധനങ്ങൾ പ്രോസസ് ചെയ്തു. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. 75 വർഷത്തെ ഇപ്പൊ കൊണ്ടുപോകുന്നു അല്ലേ? അതെ. എന്ത് തോന്നുന്നു നമ്മളെ ഇപ്പൊ ഇത്രയും നാളത്തെ ഒരു ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നമുക്ക് ഉള്ള യാത്രയിൽ നമുക്ക് എന്താ പറയാ ആളുകൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ 100% ക്വാളിറ്റി. 100%. അതായത് അന്നത്തെ തന്നെ നമ്മള് പ്രൊക്യൂർ ചെയ്യുന്ന മെറ്റീരിയൽ എന്തായാലും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മാത്രമേ പ്രൊക്യൂർ ചെയ്യാറുള്ളൂ. അത് വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ കുടുംബവും കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. അതാണ് നമ്മുടെ ക്വാളിറ്റി അല്ലേ? നമ്മളുടെ ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി. അതെ അല്ലേ? നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ള വിപിനെ, ഈ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഡ്രീം മീഡിയക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്താണ്? ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഫുഡ് ക്വാളിറ്റിയുള്ള ഫുഡ് നോക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല ഒരുവിധം റെപ്യൂട്ടേഷനുള്ള, അതായത് പാരമ്പര്യമുള്ള ഹോട്ടലുകളും ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ആണെങ്കിൽ അവർ എന്തായാലും അതിൻ്റെതായ അവർ എന്താ പറയുക വീഴ്ച വരാതിരിക്കാനായിട്ട് അവർ പേര് ഒരു കോട്ടം തട്ടാതിരിക്കാൻ എന്തായാലും അവർ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പിന്നെ നമുക്ക് ചെറുകിട സ്ഥാപനക്കാരായ മൾട്ടിനാഷണൽ കമ്പനികൾ മാത്രമല്ലാണ്ട് ചെറുകിട സ്ഥാപനക്കാരെയും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ചെയിൻ കംപ്ലീറ്റ് ആയി പോകുള്ളൂ. നമ്മൾ ഫുഡ് ചെയിൻ എന്തായാലും നമുക്ക്. അപ്പം അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ മനസ്സിന് തൃപ്തി തോന്നുന്ന അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കിയാൽ അപ്പോഴും അതൊരു വേർത്ത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കഴിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് ഇപ്പം അല്ലേ? പുതിയതായിട്ട് ഒരു ഇപ്പോൾ നമ്മുടെ ബേക്കറി അല്ല, ഇത് ഫ്രൂട്ട്സ് അല്ല, ഏത് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്താണ് നമ്മുടെ പ്രേക്ഷകർ? ഇപ്പോൾ ഞാൻ കണ്ടേക്കുന്ന കുറേ കാര്യങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് പോയിട്ട് വിദേശത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കി അവൻ അവിടെ നിന്ന് എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ച് കുറേ ആൾ വരുന്നുണ്ട് ഇവിടെ. അവർ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും പറയും നമുക്ക് ആ ഒരു കച്ചവടം തുടങ്ങാം, അതുകൊണ്ട് എടുത്തുപടി ആ കച്ചവടങ്ങൾ തുടങ്ങുകയാണ്. ഒരു 80% അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കച്ചവടവും ഫെയിലറായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ആക്ച്വൽ എന്താണെന്ന് ഞാൻ കണ്ടത്, എനിക്ക് തോന്നിയിരിക്കുന്നത് ഫീൽ അതാണ്. അല്ല, വിപിൻ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് വിപിനെ അറിയാം. അപ്പൊ ഞാൻ പലരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ഏത് മേഖലയിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് 2 മാസം 3 മാസം നിങ്ങൾ ഒരു വർക്കറായിട്ട് ഒന്ന് വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലും അറിയാം. നമുക്കത് മുന്നോട്ട് എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടി വന്നിട്ടാണ് അവരെ ഡിസ്കറേജ് വിട്ടിട്ടുണ്ട്. ചേട്ടൻ തുടങ്ങിയാൽ ശരിയാവൂല, കാരണം അവരുടെ ഒരു സ്റ്റൈല് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഫുഡ് ഫീൽഡിലോട്ട് അവർ വന്നാൽ എത്രമാത്രം അവർക്ക് സക്സസ് ആവില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അനുഭവം. പിന്നെ എനിക്ക് ഉള്ളൊരു കാര്യം, ഞാൻ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജെന്യുവൻ ആയിരിക്കും. അല്ലാത്തവനാണ് നമ്മളടുത്ത് വന്ന് ചോദിക്കണം, അവൻ നമ്മളെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക, അവൻ നമ്മുടെ വളഞ്ഞ വഴിക്ക് വന്നിട്ട് അല്ല മറ്റേ മറ്റുള്ളവരെ അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയല്ലോ. അല്ല, അവനെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകണം. അതെ, ഒരാൾക്കൊരു സാധനം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 100% അത് മനസ്സ് തുറന്നായിരിക്കും പറഞ്ഞു കൊടുക്കും. അല്ലാത്തവനെ പറഞ്ഞു കൊടുക്കുകയില്ല. ഞാൻ പറയും അതായത് ഒരു പണി, ഞാൻ കൺസൾട്ടന്മാരുണ്ട്, കൺസൾട്ടന്മാരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ റൂട്ട് അവര് കൊടുത്തോളൂ. അപ്പൊ അല്ല, നമുക്ക് ഒരു ജെന്യുവൻ ആയിട്ട് ഒരാൾ വരികയാണ്, അവൻ രക്ഷപ്പെടാൻ വേണ്ടി വരികയാണ് എന്ന് മനസ്സിലായാൽ അവന് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനുള്ള എന്തൊക്കെയാണോ അതാണ് വിപിന്റെ ഒരു ക്വാളിറ്റി. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മളെ ഈ ഒരു എന്താ പറയാ കുറെ കാര്യങ്ങൾ വിപിനെ കുറിച്ച് നമുക്ക് അറിയാനും പറ്റൂ, നമ്മുടെ ബിസിനസ്സെ കുറിച്ചും അറിയാൻ പറ്റി. വളരെയധികം സന്തോഷം.
ഏതായാലും നല്ല രീതിയിൽ ഇപ്പൊ 75 വർഷമായി, ഒരു 150 വർഷം 200 വർഷം അടുത്ത ജനറേഷൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഏതായാലും അല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോവുള്ളൂ, കണ്ടിന്യൂ മോനെ കുറച്ച് താല്പര്യമുണ്ട്. അപ്പൊ അതിൽ വളരെയധികം മോളും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മോളെ ACCA കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവള് ആ ഒരു ലൈനിലോട്ടെങ്കിലും അല്ല, ഏതായാലും ആ പഠിത്തത്തിന് ഇതിനകത്തേക്ക് ഇങ്ങനെ വിടുന്നു. ഏതായാലും വളരെയധികം സന്തോഷം വിപിനെ, സന്തോഷം ചെയ്ത ഇത്ര നേരം നമുക്ക് വേണ്ടി ടൈം തന്നതിൽ വളരെയധികം സന്തോഷം. ഇതുപോലെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ കുറച്ച് ആളുകൾക്ക് കുറെ കാര്യങ്ങൾ എന്തെങ്കിലും എന്നെ കൊണ്ട് ഉപകാരപ്പെടുമെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് വളരെ ഒരു നല്ലൊരു മനസ്സാണത്. ഓക്കെ, സന്തോഷം. ശരി.